ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, വാടക വീടും സ്വന്തം വീടും തമ്മിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നവർ ആദ്യം പോയി ആ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ടേ വരാം. കാരണം ഇതൊരു റിയാക്ഷനാണ്. അതിൽ കുറേ പേര് എല്ലാവരും ഏറെക്കുറെ നല്ല കമൻറ്റുകളാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഗേൾസ്. പിന്നെ ആണുങ്ങളും നല്ല കമൻറ്റ്സ് പറഞ്ഞവരുണ്ട്. അതിൽ കുറച്ച് ചേട്ടന്മാർ, അതായത് കുറച്ച് ചേട്ടന്മാർ അവർ വിചാരിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയും അച്ഛനെയും കൊണ്ട് കളഞ്ഞിട്ട് വേറെ താമസിക്കാൻ പോകണം എന്നുള്ള രീതിയിലാണ് അത് ഈ കമൻറ്റുകൾ കണ്ടേക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഒന്നുകൂടെ പോയിന്ന് കാണാം. ഞങ്ങൾ ഒരിക്കലും അമ്മയും അച്ഛനെയും കൊണ്ട് കളയണം എന്നതേ പറഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനെ നോക്കണം, അതുപോലെ തന്നെയാണ് നമുക്ക് ഭാര്യയും എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പ്രൈവസി ഭാര്യയ്ക്കും ഭർത്താനും വേണമെന്നുള്ളത്. കാരണം അവർ ചിലർ പറഞ്ഞേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ആണുങ്ങൾ അച്ഛനും അമ്മയും ഭയങ്കര ഇമ്പോർട്ടന്റ്. അതേപോലല്ല ഈ ഒരു പെണ്ണ് വരുന്ന അവരുടെ വീട്ടിലും അച്ഛനും അമ്മയും ഉള്ളത്. അത്രയും നാൾ വളർത്തി വലുതാക്കി അവരെ കളഞ്ഞിട്ടല്ലേ ഇവരുടെ വീട്ടിലോട്ട് വരുന്നത്. ഈ പറയുന്നവര് ഇത്രയും പ്രൈവസി പറയുന്നൊരു 2 ദിവസം ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അല്ലേ? അത് പറ്റത്തില്ല എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ പോകുന്ന തിരിച്ചു പോകുന്നവരായിരിക്കും കൂടുതൽ. പിന്നെ കുറെ പേര് പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു, എന്തോ നിങ്ങളുടെ മക്കളോ മോനോ വളർന്നു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവും, ഞങ്ങൾക്ക് കൊച്ചുണ്ട്, ഞങ്ങളുടെ മോന് 4 വയസ്സാണ്, ഇത്രയും നാള് ഞങ്ങൾ അവൻ ഒരു വളർന്ന് വലുതായി വരുമ്പോഴത്തേക്ക് അവന്റെ പ്രൈവസി മേടിച്ച് നമ്മൾ മാറിക്കൊടുക്കും. കാരണം അവന്റെ ലൈഫാണ്. അതെ അതെ, അപ്പം ആരുടെ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞ മക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെൺമക്കളുണ്ട്, നിങ്ങളതിനെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നാളെ എപ്പോഴും അങ്ങോട്ട് ചെന്ന് കയറുമോ? അവർക്കൊരു പ്രൈവസി കൊടുക്കത്തില്ലേ? അതേപോലെയുള്ളൂ ഇതും. അല്ലാതെ അച്ഛനെയമ്മയും കളയണമെന്ന് ഞങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല. അച്ഛനെയമ്മയും നോക്കുന്നതോടൊപ്പം തന്നെ അതേ പ്രാധാന്യം കൊടുക്കണം സ്വന്തം ഭാര്യയ്ക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ജീവിതകാലം മൊത്തവും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പാർട്ട്ണറായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അറിയാം അവൾ കളഞ്ഞിട്ട് പോന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണും ഒരു കല്യാണം ഒരു ഭാര്യയും കൂടുതലൊന്നും ഒരാണിൽ നിന്ന് ആഗ്രഹിക്കത്തില്ല. അതിനി പൈസ ആണെങ്കിലും ശരി, ഫിസിക്കൽ റിലേഷൻ ആണെങ്കിലും ശരി, പരിഗണന ആണെങ്കിലും ശരി, ഇതൊന്നും കൂടുതൽ ആഗ്രഹിക്കത്തില്ല. പക്ഷെ എല്ലാം കുറയാതെ കൊടുക്കാൻ ഭർത്താവിന് കഴിഞ്ഞിരിക്കണം. എങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് പോകും. ഓക്കെ.